വനം വിഷയങ്ങൾ മാത്രമല്ല സഭ ഇന്നലെ എടുത്ത രാഷ്ട്രീയ നിലപാടുകളിലെയും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ മന്ത്രി തന്നെ അഭിപ്രായം പറയുകയാണ്. പ്രസക്തമായ ചോദ്യം ഇതാണ്: കത്തോലിക്ക സഭ നടത്തുന്ന ഈ രാഷ്ട്രീയ നീക്കത്തിന്റെ അവസാനം എന്തായിരിക്കും? കേരളത്തിൽ പല രാഷ്ട്രീയ പാർട്ടി പരീക്ഷണങ്ങളും സമുദായ നേതൃത്വങ്ങളും നടത്തിയിട്ടുണ്ട് മുമ്പും. പക്ഷേ അതിൻ്റെ എല്ലാം ഭാവി പിന്നീട് നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഇപ്പോൾ കത്തോലിക്ക സഭ നടത്തുന്ന ഈ നീക്കം ആരെ തുണയ്ക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. വഖഫ് ബിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട വിവാദങ്ങളിൽ ബി ജെ പിയെ സ്വാഗതം ചെയ്യുന്ന നിലപാട് കത്തോലിക്ക സഭ സ്വീകരിച്ചതിന് തൊട്ട് പിന്നാലെയാണ് സമാനമായ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ മുന്നണി സമവാക്യങ്ങളിലെ ഈ മാറ്റം അത് ആർക്ക് ഗുണം ചെയ്യുമെന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. ഒപ്പം എന്താണ് കത്തോലിക്ക സഭ ലക്ഷ്യമിടുന്നത്? MS അനീഷ് കുമാറുണ്ട്, കിരൺ ബാബു ചേരുന്നു. ആദ്യം അനീഷിനോടാണ് ഇന്നലെ റെമിജിയോസ് സിഞ്ചനാനിയിൽ ഈ വിഷയം ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി മോഹം പങ്കുവച്ചത്. അതിൽ തന്നെ തങ്ങൾ എന്തുകൊണ്ട് അതിലേക്ക് പോകുന്നു എന്ന വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് മുന്നിൽ വഖഫ് ബിൽ എന്ന ഒരു പ്രധാനപ്പെട്ട പുതിയ വിഷയമുണ്ട് സഭയ്ക്ക് ഒരു നിലപാടെടുക്കാൻ. പക്ഷേ അതിനുമപ്പുറം വനം വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ ആ കോഴിക്കോട് സമ്മേളനത്തിൽ അവർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ JB കുബോസി കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുക അടക്കമുള്ള അവരുടെ ആവശ്യങ്ങളുമുണ്ട്. എന്താണ് സഭയുടെ യഥാർത്ഥ നീക്കം? ഇന്നലത്തെ ഒരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം, അതിൻ്റെ തുടർ നടപടികൾ ഇക്കാര്യം വേഗത്തിൽ ഉണ്ടാകുമോ? സജിത്ത്, കൗതുകമുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്ക് നിസ്സംശയം പറയാം. ഇന്നലെ നമ്മളോട് താമരശ്ശേരി ബിഷപ്പ് ആദ്യം സംസാരിക്കുന്നു. അതിന് പിന്നീട് നമ്മൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു, നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള, അതായത് പരമ്പരാഗത വോട്ട് ബാങ്ക് സമ്പ്രദായത്തിനപ്പുറം മറ്റേതെങ്കിലും സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കാനാണോ, അതായത് BJP പോലുള്ള NDA ഘടകകക്ഷികളടക്കമുള്ളവരോട് ചേർന്ന് നിൽക്കാനുള്ളൊരു നീക്കമാണോ നടത്തുന്നതെന്ന ചോദ്യമാണ്. പക്ഷേ അങ്ങനെ ചേരേണ്ടതില്ല. തങ്ങൾക്ക് തന്നെ ഇതിനുള്ള സംവിധാനമുണ്ട്, കരുത്തുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ സ്വയം സംവിധാനത്തിലേക്ക് നീങ്ങുന്നതിൽ നിന്നും എന്തിനു പിന്മാറണമെന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതിനുശേഷം കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി സമ്മേളനം ഇന്നലെ കോഴിക്കോട് ചേർന്നിരുന്നു. ആ പ്രതിനിധി സമ്മേളനത്തിലും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോട് ഇക്കാര്യം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭാഷണം നടത്തി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് തയ്യാറെടുക്കണമെന്ന നിർദ്ദേശവും കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രധാന പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് രാത്രിയിൽ വൈകുന്നേരമാണ് ഈ അവകാശ പ്രഖ്യാപന റാലി കോഴിക്കോട് നടന്നത്. ആ റാലിയിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പും സമാനമായ രീതിയിൽ തന്നെ നേരത്തെ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞത് കേവലം ഒരു വാക്കല്ല, മറിച്ച് കാലങ്ങളായി വഞ്ചിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊരു തിരിച്ചടി നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും, അസാധ്യമായ കാര്യമല്ല രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നമ്മൾ കത്തോലിക്ക കോൺഗ്രസുമായൊക്കെ അടുത്ത വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കരുത്ത് കാട്ടാൻ സഭ ഒരുങ്ങുന്നു എന്നത് തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലേക്ക് ഇത് പരിവർത്തനമാകുമോ, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർത്തിയുള്ള ഒരു പരീക്ഷണ സംവിധാനത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെയെങ്കിൽ പരമ്പരാഗതമായ വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുക എന്നത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, മലയോര മേഖലകൾ, ഇടുക്കി, കോട്ടയം, കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഇടങ്ങളാണ്. അവിടെയൊക്കെ സഭയുടേതായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എത്തിയാൽ LDFൻ്റെ വോട്ടുകൾ, UDFൻ്റെ വോട്ടുകൾ, ഒപ്പം കത്തോലിക്ക സഭയുടെ വോട്ടുകൾ, ഇങ്ങനെ മൂന്നായി നിലവിൽ ലഭിക്കുന്ന പരമ്പരാഗത വോട്ടുകൾ മുറിഞ്ഞു പോകും. മറുവശത്ത് BJP ഈ സ്ഥലങ്ങളിലൊക്കെ കരുത്ത് കാട്ടി വരുന്ന ഒരു സാഹചര്യം, പല ഇടങ്ങളിലും 2-3 സ്ഥാനത്തൊക്കെ അല്ലെങ്കിൽ നിരവധി പഞ്ചായത്തുകളിൽ 2ാം സ്ഥാനത്തേക്ക് പോലും BJP എത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പൊതു വോട്ടുകൾ മൂന്നായി മുറിയുമ്പോൾ അവിടെ പ്രയോജനം ലഭിക്കാൻ പോവുക BJPക്കാണ് എന്ന് നിസ്സംശയം പറയാം. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്, ഇന്നലെ ബിഷപ്പുമാർ രണ്ടുപേരും നടത്തിയ പ്രസംഗത്തിലും നമ്മളോട് നേരത്തെ സംസാരിച്ചപ്പോഴും വഖഫ് ബില്ലിനെ അല്ലെങ്കിൽ അതിനെ പൂർണ്ണ തോതിൽ അവർ സ്വാഗതം ചെയ്യുകയാണ്. വഖഫ് ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് പറയുന്ന കേരളത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ നടപടി അവർ നിശിതമായി വിമർശിക്കുകയാണ്. ഒപ്പം ഈ മുസ്ലിങ്ങളെ കഴിഞ്ഞു, ഇനി ക്രിസ്ത്യാനികൾക്ക് നേരെയാവും BJPയുടെ കടന്നുകയറ്റമെന്ന് KC വേണുഗോപാൽ അടക്കമുള്ളവർ ആരോപിക്കുമ്പോൾ അത്തരം ഉമ്മാക്കിയൊന്നും കാട്ടിയിനി ഇങ്ങോട്ട് വരണ്ട എന്ന് ഇന്നലെ പരസ്യമായി തന്നെ പ്രസംഗിക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീർന്നു. ജബൽപൂരിലെ വിഷയവും മറ്റുമൊക്കെ ചോദിക്കുമ്പോഴും അത്തരം പീഡനങ്ങൾ എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന തരത്തിലേക്കുള്ള സാമാന്യവൽക്കരണത്തിലേക്ക് പോലും സഭ നീങ്ങുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് പൂർണ്ണമായും BJPയോട് അടുക്കുന്നു എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തപ്പെടുക. സഭയ്ക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ അത് ഗുണം ചെയ്യുക BJP ആണ് താനും. മറ്റൊരു വശം കൂടിയുണ്ട്. പരമ്പരാഗത
പരമ്പരാഗതമായി കത്തോലിക്ക പാർട്ടി എന്ന രീതിയിൽ നിലനിന്നിരുന്നത് കേരള കോൺഗ്രസ് മാണിയും ജോസഫും ഒക്കെ ആയിരുന്നു. കെ എം മാണിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ജോസ് കെ മാണി ഇടതു പാളയത്തിലാണ്. പി ജോസഫിന് പഴയ പോലെ ശക്തിയില്ല. മറുവശത്ത് കോൺഗ്രസിലാണെങ്കിലും ഉമ്മൻചാണ്ടി യുഗം അവസാനിച്ചിരിക്കുന്നു. അവിടെയും സഭയ്ക്ക് അടുത്ത് നിൽക്കാൻ കഴിയുന്ന നേതാക്കളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ചുവരെഴുത്ത് വ്യക്തമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര എന്ന രീതിയിലെങ്കിലും സ്ഥാനാർത്ഥികളെ അണിനിരത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് സഭ ഉള്ളത്. സജിത്ത്. അനീഷ, അതാണ് സാഹചര്യം. അനീഷ് തുടരുക. കിരൺ ബാബു ഉണ്ട്. കിരൺജി, ഈ അനീഷ് സൂചിപ്പിക്കുന്ന സൂചകമെങ്കിൽ അത് കത്തോലിക്ക സഭ ലക്ഷ്യമിടുന്നത് ഒരു വലിയ രാഷ്ട്രീയ നീക്കമാണ്. ആ രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമാണ്. മുമ്പും സമാനമായ പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും കേരളം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനൊന്നും വലിയ ഭാവി ഉണ്ടായിട്ടില്ല എന്നതാണ് സാഹചര്യം. ഈ കത്തോലിക്ക സഭയെ പോലെ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗമായി നിൽക്കുന്ന ഒരു വിഭാഗം ഇത്തരമൊരു നീക്കത്തിന് തയ്യാറാവുമ്പോൾ രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഇവർക്ക് എന്ത് രാഷ്ട്രീയപരമായ നീക്കം നടത്താൻ കഴിയും? രണ്ട്, വിശ്വാസികൾ എത്ര കണ്ട് ഈ നീക്കത്തിനൊപ്പം നിൽക്കും? കാരണം അവരൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളിലുമായി ഭിന്നിച്ച് നിൽക്കുന്നവരാണല്ലോ, സ്വതന്ത്ര സ്വഭാവമുള്ളവരും ഉണ്ടാവും. അതല്ല, ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയാൽ ആ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് സഭയുടെ രാഷ്ട്രീയ പാർട്ടിക്കും പുതിയ നീക്കത്തിനുമൊപ്പം വരാൻ ഇവരൊക്കെ തയ്യാറാകുമോ? അങ്ങനെ നമ്മൾ കരുതേണ്ടതുണ്ടോ? എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം? സജിത്തെ, ഒരു സമുദായ സംഘടന നേരിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതും ഒരു സമുദായ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിയന്ത്രണമോ സ്വാധീനമോ ഒക്കെ ചെലുത്തുന്നതും രണ്ടും രണ്ടാണ്. നിലവിൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്വാധീന നിയന്ത്രണ അധികാരങ്ങളുള്ള പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ ഒന്ന് UDF നിൽക്കുന്നു, ഒന്ന് LDF നിൽക്കുന്നു. ജോസഫും അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയും നയിക്കുന്ന രണ്ട് പാർട്ടികൾ. രണ്ട് മുന്നണിയിലും ഇവർ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ്. അങ്ങനെ അത്തരം ഒരു സ്വാധീനമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിലും കത്തോലിക്ക സഭയ്ക്ക് വലിയ തരത്തിലുള്ള സ്വാധീനമൊക്കെ ചെലുത്താൻ കഴിയുന്ന ഒരു പരമ്പരാഗതമായ ഒരു വോട്ട് ബാങ്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവർ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇതിന് രണ്ട് മുൻ അനുഭവങ്ങളുള്ളത്. ഒന്ന് NSSന്റെ NDP രൂപീകരിച്ചതും അതോടൊപ്പം തന്നെ SNDP SRP രൂപീകരിച്ചതുമാണ്. ഇത് രണ്ടും NSSന്റെയും SNDP യൂണിയന്റെയും ആശീർവാദത്തോടു കൂടി രൂപീകരിച്ച രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നു. അന്ന് അവർ കണക്ക് കൂട്ടിയത് വളരെ നിർണായകമായ വോട്ട് ബാങ്ക് NSSനുണ്ട് അല്ലെങ്കിൽ SNDPക്കുണ്ട്. ഇത് സ്വാഭാവികമായും അക്കങ്ങളുടെ കണക്ക് നോക്കിയാൽ അത് വളരെ ശരിയാണ് താനും. അങ്ങനെ ഒരു പ്രസ്ഥാനം, അങ്ങനെ ഒരു ജാതി സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ഒരു വോട്ട് ബാങ്കായി നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു നിർണായക ശക്തിയായി മാറാം. കണക്കിലെ കളികളിൽ അത് കറക്റ്റ് തന്നെയാണ്, അങ്ങനെ നിൽക്കാൻ കഴിയും എന്നൊക്കെ തോന്നി. പക്ഷേ ഈ രണ്ട് പാർട്ടികൾക്കും തുടക്കത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ആത്യന്തികമായി ഈ രണ്ട് പാർട്ടികളും ശാശ്വതമായ ഒരു മരണത്തിലേക്ക്, സ്വാഭാവിക മരണത്തിലേക്ക് പെട്ടുപോവുകയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഈ രണ്ട് പാർട്ടിക്കും ആ തരത്തിലേക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല. കത്തോലിക്ക സഭയ്ക്ക് നിലവിൽ ഇങ്ങനെയുള്ള സ്വാധീന ശക്തിക്ക് അപ്പുറത്തേക്ക് ആ SNDPയും NSSും ഒക്കെ എന്ത് ചെയ്തോ ആ മട്ടിലേക്ക് ഒരു പാർട്ടി രൂപീകരണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വിജയിച്ച ഒരു സാഹചര്യം അല്ലെങ്കിൽ വിജയിച്ച ഒരു ചരിത്രം കേരളത്തിൽ കുറവാണ്. ഒരു പാർട്ടിയെ സ്വാധീനിക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ പുറത്തുനിന്ന് സ്വാധീനിക്കുന്നത് പോലെയല്ല സ്വന്തമായി പാർട്ടി രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ. സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ വിഷയം, പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം പരസ്യമായി തന്നെ ഇതുവരെ എതിർക്കാതിരുന്നവരെല്ലാം തന്നെ പരസ്യമായി ഇവരെ എതിർക്കാൻ തയ്യാറാവും. ഇവരുടെ ഓരോ പ്രവൃത്തിയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ നീക്കങ്ങളും വിമർശന വിധേയമാവും. ഏതു സമയത്തും രാഷ്ട്രീയമായി ഇപ്പോൾ ഒരു ആത്മീയ ആചാര്യന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മതപുരോഹിതന്മാർ എന്ന നിലയ്ക്ക് ഇവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രത്യേക പ്രിവിലേജുകളുണ്ട്. അവർ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളടക്കം അല്ലെങ്കിൽ അഭിപ്രായങ്ങളടക്കം ഇവർക്ക് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ അത്തരം എതിർപ്പുകളെ നേരിടേണ്ടി വരുന്നില്ല എന്നുള്ള പ്രിവിലേജ് ഉണ്ട്. ഈ പ്രിവിലേജ് ആയിരിക്കും ആദ്യം നഷ്ടപ്പെടുക. ഇതിനെ മറികടന്ന് വേണം ഒരു സഭയ്ക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വരാൻ. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വന്നാൽ തന്നെ കേരളത്തിൽ ഇടതു വലതു മുന്നണികൾക്കൊപ്പമോ അല്ലെങ്കിൽ ഇനി BJPയുടെ ഒരു മുന്നണിക്കൊപ്പം ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം നിൽക്കാതെ സ്വന്തം നിലയിൽ ശക്തി പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഏറെക്കുറെ അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സഭാ വിശ്വാസികളാകെ ഇപ്പോൾ സഭ പറയുന്ന രീതിയിലൊന്നും വോട്ട് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ വിശ്വാസികളോ സഭയുടെ വിശ്വാസികളോ ഒക്കെ ചില സമയത്ത് ആ സഭയ്ക്കോ അല്ലെങ്കിൽ ആ സമുദായത്തിനോ എതിരായ ഒരു പൊതുവികാരം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു പൊതുവായി അവർക്ക് നേരെ അനീതി നേരിട്ടു, ഒരു പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ നിന്ന് അനീതി നേരിട്ടു എന്നൊരു തോന്നലുണ്ടായാൽ ആ സമയത്തൊക്കെ അവർ ചിലപ്പോൾ സഭ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ സമുദായ നേതാക്കൾ പറയുന്നതനുസരിച്ച് കുറേയേറെ ആളുകളെങ്കിലും വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ, ഈ ഇങ്ങനെ ഏതെങ്കിലും ഒരു കോമൺ ഇഷ്യൂ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നത് പോലെ സഭാ നേതാക്കളോ അല്ലെങ്കിൽ സമുദായ ആചാര്യന്മാരോ നേതാക്കളോ ഒക്കെ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിലില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള യാഥാർത്ഥ്യം. ഇനി അതല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായൊക്കെ മാറാൻ കഴിയണമെങ്കിൽ അതിന് വലിയ സാഹസമൊക്കെ ഈ സഭാ നേതാക്കന്മാർ അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ ചെയ്യേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഇങ്ങനെ ഒരു പാർട്ടി വന്നാൽ ഇത് ഏത് മുന്നണിക്കാവും ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവും? അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്
രണ്ട് കേരള കോൺഗ്രസുകളിൽ തന്നെയാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ മറ്റ് രണ്ട് കേരള കോൺഗ്രസിൽ തന്നെയാണ് കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. ഈ സ്വാധീനശേഷി സ്വാഭാവികമായും മൂന്നാമത് ഒരു പാർട്ടിയായിട്ട് സഭയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചാൽ ഈ രണ്ട് പാർട്ടികളാവും രണ്ട് മുന്നണിയിലും ദുർബലമാവുക. സ്വാഭാവികമായും കത്തോലിക്ക സഭയ്ക്ക് രണ്ട് മുന്നണിയിലും ഉണ്ടാകുന്ന ഒരു സ്വാധീന ശേഷിയാവും കുറയുക. അതിന് പകരമായി ഇനി അതല്ല, BJP മുന്നണിയിൽ സഭയിലെ പിതാക്കന്മാർ പലരും BJPയുമായി അടുത്ത ബന്ധം പുലർത്തണമെന്നും കേന്ദ്ര സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തണമെന്നും പറയുകയും ഇപ്പോൾ ഏറെക്കുറെ പരസ്യമായിട്ടൊക്കെ അത്തരം പ്രസ്താവനകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ സഭയിലെ മഹാഭൂരിപക്ഷം വിശ്വാസികളും അത്തരത്തിലേക്ക് ഒരു മാറ്റത്തിന് ചിലപ്പോൾ തയ്യാറാവുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു അന്തരീക്ഷം എന്തായാലും കേരളത്തിൽ നിലവിലില്ല. അത്തരം ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൻ്റെ ഭാഗം ചിലപ്പോൾ ആവാം ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കുന്നു, അത് BJPയുമായി അല്ലെങ്കിൽ BJP മുന്നണിയുമായി സഹകരിക്കുന്നു. എങ്ങനെയാണോ BDJS രൂപീകരിച്ച് SNDPയുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഒരു വലിയ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയായ ഈഴവ കമ്മ്യൂണിറ്റിക്കിടയിലേക്ക് BJPയിൽ നിന്നുള്ള ഒരു അകൽച്ച അകറ്റാൻ വേണ്ടി BDJS രൂപീകരിക്കുന്നു. BDJS BJP മുന്നണിയുടെ ഭാഗമാകുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരു തമ്മിലൊരു ബന്ധമുണ്ടാകുന്നു. അത്തരത്തിലേക്കുള്ളൊരു ലോങ് ടേം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള BJPയുടെ ഒരു നീക്കം കൂടി ഇതിനകത്ത് ഉണ്ടോ? അങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവാൻ അല്ലെങ്കിൽ സാധ്യതകൾ മുന്നിൽ തുറന്നിടുന്നത് കൂടിയാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം.